വിശുദ്ധ ദൈവമാതാവിന്റെ മധ്യസ്ഥതയിൽ എറണാകുളം സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ 100ാം വാർഷികത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 20ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ എറണാകുളത്തെ ഓർത്തഡോക്സ് വിശ്വാസികൾ തൃപ്പൂണിത്തുറ, ആലുവ എന്നിവിടങ്ങളിലെ ദേവാലയങ്ങളെ ആശ്രയിക്കേണ്ടി വന്നിരുന്നു. 1926 എറണാകുളം ബോട്ട് ജെട്ടിക്ക് സമീപം വാങ്ങിയ 28 സെന്റ് സ്ഥലത്ത് ലളിതമായൊരു ദേവാലയം ഉയർന്നു വന്നു. 1926 ഒക്ടോബർ 6 ഗീവർഗീസ് മുറിമറ്റത്തിൽ അച്ഛൻ ആദ്യ കുർബാന അർപ്പിച്ചു. MP പത്രോസ് അച്ഛൻ, പിന്നീട് പത്രോസ് മാർ ഒസ്താത്തിയോസ് തിരുമേനി, ആദ്യ വികാരി ജേക്കബ് മുരീക്കൽ അച്ഛൻ എന്നിവരും പങ്കാളികളായിരുന്നു. ശ്രീമാൻ PV കുര്യനായിരുന്നു പ്രഥമ ട്രസ്റ്റി. ജേക്കബ് മുരീക്കൽ അച്ഛൻ 40 വർഷം ഇടവകയിൽ സേവനമനുഷ്ഠിച്ചു. വിശ്വാസ സമൂഹത്തിന്റെ വളർച്ചയെ തുടർന്ന് 1959 പള്ളി പുനർനിർമ്മാണം നടത്തുകയും 1962 ജനുവരി 14, 15 തീയതികളിൽ പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് ദ്വിതീയൻ കാതോലിക്ക ബാവായുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കൂദാശ ചെയ്യുകയും ചെയ്തു. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പുതിയ ആരാധനാലയങ്ങൾ സ്ഥാപിക്കാൻ സെയിന്റ് മേരീസ് പള്ളി മുൻകൈയെടുത്തു. ചിറ്റൂർ റോഡ് സെമിത്തേരിയും ചാപ്പലും, എളംകുളം സെയിന്റ് ഗ്രിഗോറിയോസ് ചാപ്പലും സെമിത്തേരിയും, പാലാരിവട്ടം സെയിന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയും, തേവര സെയിന്റ് തോമസ് ഓർത്തഡോക്സ് പള്ളിയും, വൈറ്റില സെയിന്റ് ഗ്രിഗോറിയോസ് പള്ളിയും. ഈ മാതൃദേവാലയം പടുത്തുയർത്തുകയും പടമുകൾ സെയിന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ഓർത്തഡോക്സ് പള്ളിക്ക് 41.5 സെന്റ് സ്ഥലം വാങ്ങി നൽകുകയും ചെയ്തു. സഭാചരിത്രത്തിൽ ഈ ദേവാലയത്തിന് വലിയ പ്രാധാന്യമുണ്ട്. 1972-73 കാലഘട്ടത്തിലെ വെല്ലുവിളികൾ നിറഞ്ഞ നാളുകളിൽ മലങ്കര ഓർത്തഡോക്സ് സഭയിലെ എറണാകുളം പ്രദേശത്തുള്ള ഭദ്രാസനങ്ങളെ ധൈര്യത്തോടും ഐക്യത്തോടും കൂടി നയിച്ച പല നിർണായകമായ ആലോചനകൾക്കും തീരുമാനങ്ങൾക്കും ഈ ദേവാലയം സാക്ഷ്യം വഹിച്ചു. 2001 മാർച്ച് 25 തീയതി കിഴക്കിന്റെ 6ാമത്തെ കാതോലിക്കോസായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ദ്വിതീയൻ ബാവ ഈ ദേവാലയത്തെ കത്തീഡ്രലായി ഉയർത്തി. ഈ ഇടവകയിൽ ശുശ്രൂഷ ചെയ്ത 3 വൈദിക ശ്രേഷ്ഠർ മെത്രാപ്പോലിത്തമാരായി ഉയർന്നു. ജോസഫ് മാർ പക്കോമിയോസ്, പിൽക്കാലത്ത് പരിശുദ്ധ കാതോലിക്കയായി വാഴിക്കപ്പെട്ട പൗലോസ് മാർ മെലിത്തിയോസ്, യുഹാനോൻ മാർ പോളിക്കർപ്പോസ്. 2017 ഈ ഇടവകയിൽ നിന്നു ശ്രീമാൻ ജോർജ് പോൾ സഭയുടെ അൽമായ ട്രസ്റ്റിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. സഭാചരിത്രത്തിൽ ഈ ദേവാലയം നിരവധി പ്രമുഖ അതിഥികളുടെ സന്ദർശനങ്ങൾക്ക് സാക്ഷിയായി. 1962 അർമീനിയൻ കാതോലിക്കോസ് വാസ്കൻ ബാവ, 1964 സിറിയൻ ഓർത്തഡോക്സ് പാത്രിയർക്കീസ് ഇഗ്നാത്തിയോസ് യാക്കൂബ് മൂന്നാമൻ ബാവ, 1969 റൊമാനിയൻ പാത്രിയർക്കീസ് ജസ്റ്റീനിയൻ ബാവ, 1977 റഷ്യൻ പാത്രിയർക്കീസ് പിമെൻ ബാവ, 1984 വാനുവാട്ടു പ്രധാനമന്ത്രി ഫാദർ വാൾട്ടർ ലിനി എന്നിവരുടെ സന്ദർശനങ്ങൾ സഭാ ഐക്യത്തിന്റെ ഉദാഹരണങ്ങളായി. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഈ ഇടവക സ്തുത്യർഹമായ രീതിയിൽ പ്രവർത്തിക്കുന്നു. നമ്മുടെ ഇടവക പള്ളിയിലെ കാണിക്ക വഞ്ചിയിലെ വരുമാനത്തിന്റെ 1/4 പൂർണ്ണമായും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി നീക്കിവെക്കുന്നു. ജോസഫ് മാർ പക്കോമിയോസ് തിരുമേനിയുടെ ഓർമ്മയ്ക്കായി സ്നേഹനിധി പദ്ധതിയിലൂടെ 1100 വിദ്യാർത്ഥികൾക്കായി 1.5 കോടിയോളം രൂപയുടെ സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തു. കാലം ചെയ്ത പരിശുദ്ധ ബസേലിയോസ്
മാർത്തോമാ പൗലോസ് ദ്വിതീയൻ ബാവായുടെ നാമത്തിൽ ആരംഭിച്ച സാന്ത്വനം പദ്ധതിയിൽ നിന്ന് ഇതിനകം 48 ലക്ഷം രൂപ ചികിത്സാ സഹായമായി വിതരണം ചെയ്തു. കൊച്ചി ഭദ്രാസന മെത്രാപോലീത്ത ഡോക്ടർ യാക്കോബ് മാർ ഐറേനിയോസ് തിരുമേനിയുടെ ആത്മീയ മാർഗനിർദ്ദേശവും 26 വർഷക്കാലം ഈ ഇടവകയിൽ സേവനമനുഷ്ഠിച്ച OV ഏലിയാസച്ചന്റെ നേതൃത്വവും ഇടവകയുടെ വളർച്ചയ്ക്ക് അടിത്തറയായി. ശതാബ്ദി വർഷത്തിലേക്ക് കടന്നിരിക്കുന്ന ഈ കത്തീഡ്രൽ ദൈവത്തിന്റെ അനന്തമായ കരുണയിൽ അധിഷ്ഠിതമാണ്. വിശ്വാസം, സേവനം, സമർപ്പണം, ഇതാണ് ഭാവിയിലേക്കുള്ള പാത. വിശുദ്ധ മാതാവിന്റെ മധ്യസ്ഥതയിൽ സെയിന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിന്റെ ശതാബ്ദി യാത്ര വിശ്വാസത്തിന്റെയും സേവനത്തിന്റെയും മഹത്തായ സാക്ഷ്യമാണ്.